പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ സാംസൺ ദലീല കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും സാംസനെ അവൾ പരീക്ഷിക്കുകയാണ്. സാംസൺ പറയുന്നു, പുതിയ കയർ കൊണ്ടുവന്ന് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ശക്തി ക്ഷയിച്ച് ഞാൻ മറ്റു മനുഷ്യരെ പോലെ ആകുമെന്ന്. അവൾ ഫിലിസ്ത്യരോട് അത് സൂചന കൊടുത്തു, റിപ്പോർട്ട് കൊടുത്ത് അവർ പുതിയ കയറായിട്ട് വീണ്ടും അവളുടെ വീട്ടിൽ തമ്പടിച്ചു. ഇവർ സാംസനും ദലീലയും പുറത്തു നിന്നും അകത്ത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവനെ ആ സ്നേഹത്തിൻ്റെ പാരമ്യതയിൽ ആ പുതിയ കയറോട് ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അവൾ സിഗ്നൽ കൊടുക്കുകയാണ്. ആ സിഗ്നലിൽ ചിലപ്പോൾ എന്തെങ്കിലും സൗണ്ടായിരിക്കാം. ആ സിഗ്നൽ കൊടുത്തു. സാംസനോട് പറഞ്ഞു, നിന്നെ ഫിലിസ്ത്യർ വളഞ്ഞിരിക്കുന്നു, വീണ്ടും നിനക്കെന്ത് ചെയ്യാൻ സാധിക്കും? അത് പറഞ്ഞപ്പോൾ തന്നെ സാംസൺ വെറുതെ ചുമ്മാ ഒരു ചരട് പൊട്ടിക്കുന്നവരെയാണ് പൊട്ടിച്ചത്. അപ്പോൾ തന്നെ സിഗ്നൽ ഔട്ടാക്കി. ആ കൊടുത്ത സിഗ്നല്, ഫിലിസ്ത്യർക്ക് കൊടുത്ത സിഗ്നല് നേരെ തിരിച്ചാക്കി. ഫിലിസ്ത്യർ വന്നിരുന്നെങ്കിൽ അവരപ്പം തന്നെ തീർത്താനെ. അത് അങ്ങനെ അപ്പോൾ ഒരു ഫൈറ്റിങ് കൊടുത്തപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മേലാൽ ഇവളുമായിട്ട് കാണില്ലല്ലോ. ആ ഒരു സംഭവം മാത്രം മറച്ചു വെച്ചോളൂ. അവരെ അന്ന് പിരിഞ്ഞു. അന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് അവർ വീണ്ടും പിരിഞ്ഞു. സാംസൺ തൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, തൻ്റെ പ്രണയിനി, ദൈവത്തിൻ്റെ പ്രേരണ എനിക്കുണ്ട്. 2 പ്രാവശ്യം ഞാൻ കളവ് പറഞ്ഞു. ഇനിയും അവൾ ചോദിക്കും. എൻ്റെ ശക്തി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വഴിയായിട്ട് പുറത്തേക്ക് പോയാൽ തീർച്ചയായിട്ടും എൻ്റെ എല്ലാം തീർന്നു. അവനത് മനസ്സിലായി. അവൻ വീട്ടിലൊന്നും ഉറക്കമില്ല. പിറ്റേ ദിവസം വന്നാൽ ഇവളെ കാണാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. ഇവൻ വീണ്ടും അവളെ കാണണം. പ്രേമം. ഇന്നത്തെ യുവാക്കൾ പെണ്ണുങ്ങളുടെ പുറകെ എങ്ങനെ പോകുന്നത്? ആ അനുരാഗം എൻ്റെ ഗേൾഫ്രണ്ടിനെ എനിക്ക് കാണണം. അവൻ രാവിലെ എഴുന്നേറ്റു, ദിനചര്യ കഴിഞ്ഞു. അവൻ പിന്നെ ഇതാണ്, അവളെ കാണണം. അവൻ്റെ ഹൃദയം മുഴുവനും അവളാണ്. അവളിലെ ഒരു പോയിസൺ കയറിയാണ്, ചതിയുടെ പോയിസൺ, പണം. അതുകൊണ്ടിട്ട് അവൾക്ക് കാണുമ്പോഴുള്ള അഭിനയം മാത്രമേ ഉള്ളൂ. ഇവൻ വീണ്ടും അവളെ കണ്ടു, അവളുടെ അടുത്ത് ചെന്നു, അവളെ കണ്ടു, വീണ്ടും പ്രേമം തുടങ്ങി. അവർ വീണ്ടും കറങ്ങി. ഫിലിസ്ത്യരൊക്കെ വീക്ഷിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും, അവർ കറങ്ങുന്നതും പോകുന്നതും. ഇവള് അന്ന് രാത്രി, ഇന്ന് സാംസൺ വീട്ടിൽ പോകണ്ട, നമുക്കിന്ന് ഇവിടെ തന്നെ കിടക്കാം. ഓക്കെ, അവൻ സമ്മതിച്ചു. അതിനുശേഷം ഇത്തിരി ലേറ്റായിട്ടൊക്കെ ഒരു ഭക്ഷണം കഴിച്ചു. അതുവരെയൊക്കെ എന്നിട്ട് അവൾ പറഞ്ഞു, എൻ്റെ പ്രാണപ്രിയനെ, നീ എന്നെ 2 പ്രാവശ്യം പറ്റിച്ചു. ഇനി ഞാൻ സമ്മതിക്കില്ല. നീ ഉള്ള സത്യം നീ പറ, ഇന്നെങ്കിലും നീ തുറന്നു പറയണം. അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പ്രേരണ, വേണ്ട എന്നുള്ള പ്രേരണ. അവനപ്പോഴും ഒരു നുണ അങ്ങോട്ട് പറയും. അവന് 7 മുടിച്ചുരുളുകളാണ് സാംസന്. 7 മുടിച്ചുരുളുകൾ. സാംസൺ പറഞ്ഞു, എൻ്റെ ഈ 7 മുടിച്ചുരുളുകൾ കൂട്ടി ഒരു ആണിയോടുകൂടി കൂട്ടിക്കെട്ടിയിട്ട് എൻ്റെ ഞാനിന്ന് ഇവിടെയാണല്ലോ കിടക്കുന്നത്, എൻ്റെ
എൻ്റെ പായോട് ചേർത്ത് അടിച്ചുറപ്പിച്ച് നെയ്യുക പായോട്. അപ്പം ഞാൻ സാധാരണ മനുഷ്യനെ പോലെയാവും. എനിക്ക് ആ ശക്തിയെല്ലാം ശരിക്കും. അപ്പോൾ അവൾക്ക് ഒരു ചെറിയൊരു വിശ്വാസം തോന്നി. അപ്പോഴും അവൾ ഫിലിസ്തീന പ്രഭുക്കന്മാരെ മറ്റു മുറിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഒളിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. അവൾ ഇവൻ ഉറങ്ങിയതിന് ശേഷം അപ്പം ചെയ്യാവുന്നില്ല, എല്ലാം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവനീ പറഞ്ഞമാരെ തന്നെ എല്ലാം ബന്ധിച്ച് കെട്ടി ആനയടിച്ചുറപ്പിച്ച്. അതവൻ അറിഞ്ഞിട്ടില്ല ഉറക്കത്തിൽ. എന്നിട്ട് അവളൊരു മര്യാദ വീണ്ടും കാണിക്കുകയാണ്. വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അവൻ്റെ ശക്തി കാണാമല്ലോ, അതുകൂടെ മറ്റവരുണ്ടല്ലോ അവർ പിടിക്കുമല്ലോ എന്നുള്ള രീതിയിൽ സംസൻ എഴുന്നേക്ക്, ഫിലിസ്തീൻ പുറത്ത് നിന്നെ വളഞ്ഞിരിക്കുന്നു. അവൻ അപ്പം തന്നെ ചാടി എഴുന്നേറ്റ് ആ മുടിച്ചുള്ള എല്ലാം കൂടി പറിച്ച് ഇങ്ങെടുത്തു. അപ്പോൾ ഇവള് സാംസനെ 3 പ്രാവശ്യം പറ്റിച്ചു എന്ന് മനസ്സിലായി. സിഗ്നൽ അവിടെ കൊടുത്തില്ല, അവർ വന്നുമില്ല. ഫിലിസ്തീൻ വന്നിരുന്നെങ്കിൽ അവർ തീർന്നു തന്നെ. ഇവൻ കാര്യങ്ങളൊക്കെ ഇവനും ഏകദേശമൊക്കെ മനസ്സിലായി. ഇത് ചതി മുണക്കുന്നു, കൂടുതലായിട്ട് ചതി മുണക്കുന്നു. എന്നാലും അവനെ അവളെ ഉപേക്ഷിക്കാനോ ഒന്നും തോന്നുന്നില്ല. കൂടുതൽ സ്നേഹത്തിൻ്റെ രീതിയിൽ അന്ന് അവിടെ താമസിച്ചു. പിറ്റേ ദിവസം അവനിതുപോലെ തന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം അവൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോയി. അവൻ വീട്ടിൽ പോയി. അപ്പോൾ അവൻ കൂടുതൽ ആലോചിക്കാൻ തുടങ്ങി. ഇനി അവൾ ചോദിക്കുകയാണെങ്കിൽ ഇനി എനിക്ക് നുണ പറയാൻ പറ്റുമോ? അവൾ വീണ്ടും ചോദിച്ചെന്നെ മരണതുല്യനാക്കിയിരിക്കുന്നു. ഞാൻ മരണത്തോളം വേദനയിലേക്ക് വന്നിരിക്കുന്നു. അവളുടെ സാമീപ്യം എനിക്ക് വേണമെന്നാണ്. അവളെന്നെ ചതിക്കില്ലല്ലേ എന്നുള്ള ഒരു ചിന്തയൊക്കെ അവൻ കയറി. അവൻ അന്ന് രാത്രി ഒരു ദിവസം പോകാതെ അതിനുശേഷം അവൻ പോയില്ല. അന്ന് ഉച്ചയ്ക്ക് തിരിച്ചു വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയില്ല. അന്ന് രാത്രി കിടന്ന് ഇങ്ങനെ ആലോചിച്ച് ഉറക്കമൊക്കെ പോയി. പിറ്റേ ദിവസം അവൻ പോകാതിരിക്കാൻ ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ല. അവന് പോകണം, അങ്ങോട്ട് പോകണം, അവൾ കാണണം. ആ ഒരു രീതി വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അവനങ്ങോട്ട് പോകുന്നു. ചെന്നെത്തിക്കഴിഞ്ഞപ്പോൾ ഫിലിസ്തീൻ അന്ന് പോകുന്ന വഴി തന്നെ ഇവനെ വീക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവനറിയുന്നില്ല. ദിലീലയെ കണ്ടു, സന്തോഷമായി. അവനാ ഒരു അനുരാഗത്തിൻ്റെ വെപ്രാളം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ലാസ്റ്റ് പുറത്തൊക്കെ പോയി വീണ്ടും സംസൻ, ഞാൻ ദലീലയും അവളും അടവ് പഠിച്ചു. അവൾ പറഞ്ഞു, ഞാനും എന്തൊക്കെയോ നിന്നോട് 3 പ്രാവശ്യങ്ങൾ ചോദിക്കാൻ പാടില്ലായിരുന്നു. എന്നിരുന്നാലും ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മൾ രണ്ടും ഹൃദയം കൈമാറിയില്ലേ? അപ്പോൾ നമ്മൾ അങ്ങോട്ടും പരസ്പരം സത്യം അറിയണ്ടേ? ഞാൻ എന്തിനാണ്? അവളും ആ ഒരു രീതിയിലേക്ക് മാറി. അപ്പോൾ സാംസൺ ഹൃദയങ്ങൾ കൈമാറി. ഓക്കെ, ഞാൻ നുണ പറഞ്ഞു, നിന്നെ പറ്റിച്ചു അല്ലേ? സത്യം നീ പറ സംസ, എൻ്റെ പ്രാണപ്രിയനെ. അവൻ തോറ്റു. അവൻ ഉള്ള സത്യം അങ്ങോട്ട് പറയുന്നു. എൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊട്ടിട്ടില്ല, കത്തുക, മുടി മുറിച്ചിട്ടില്ല ഒരിക്കലും. എന്നതുപോലെ തന്നെ ഞാൻ നാസീർ വ്രതക്കാരനാണ്.
എൻ്റെ ഈ മുടി മുറിച്ച് കളഞ്ഞാൽ, മുണ്ടനം ചെയ്താൽ ഞാൻ വെറും സാധാ ഒരു മനുഷ്യൻ, എനിക്കൊരു ശക്തി ഉണ്ടാവില്ല. എൻ്റെ കാര്യങ്ങൾ എല്ലാം പിന്നെ ശക്തിയില്ലാത്തൊരു മനുഷ്യനായിട്ട് ഞാൻ മാറും. അന്ന് അവൾ സന്തോഷത്താൽ കിടന്നുറങ്ങി. അന്ന് അവനെ വേദനിപ്പിച്ചില്ല. പിറ്റേ ദിവസം എല്ലാ രഹസ്യങ്ങളും അവൾ അറിഞ്ഞു എന്നുള്ള രീതിയിൽ വിളിച്ചൊരു പ്രഭുക്കന്മാരോട് പറഞ്ഞു, ഞാനെല്ലാം അറിഞ്ഞു, ഇന്ന് നമുക്കെല്ലാം അവനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൈകാര്യം ചെയ്തോളൂ എന്നതുപോലെ തന്നെ പിറ്റേ ദിവസം സാംസൺ വന്നു. സാംസൺ പ്രണയിച്ചു, ഭക്ഷണം കഴിച്ചു. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ ഇവളോട് പറഞ്ഞ ഓഫർ അനുസരിച്ചുള്ള പണവുമായിട്ട് അവളുടെ മുറിയിൽ കാത്തു നിന്നു. അവൻ ക്ഷീണത്താൽ ഉറങ്ങി. എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴുള്ള ഒരു ക്ഷീണം. അവൾ ഫിലിസ്ത്യയിൽ ഒരാളെ ഡോറിൽ ചെന്ന് മുട്ടി ഒരാളോട് വരാൻ പറഞ്ഞു, കത്രികയിട്ട്. അവൾ അവൻ്റെ തലമുടി പൊക്കിക്കൊടുത്തു. കൂടെ ഉണ്ടായിരുന്ന ആൾ അവൻ്റെ തലമുടി മുണ്ടനം ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, ബാക്കി നാളെ.